നമസ്കാരം. ലോക്സഭാ തെരഞ്ഞെടുപ്പ് അതിൻ്റെ ഓരോ ഘട്ടങ്ങളിലേക്ക് കടക്കുമ്പോഴും ബി.ജെ.പിയുടെയും അതിൻ്റെ നായകൻ നരേന്ദ്രമോദിയുടെയും വിഭ്രാന്തികൾ നാൾക്കുനാൾ കൂടുന്നതാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇല്ലാത്ത കാര്യങ്ങൾ പറയുകയും ചർച്ചകൾ ആ വഴിക്ക് തിരിച്ചുവിട്ട് യഥാർത്ഥ പ്രശ്നത്തെ ഒഴിവാക്കുകയും ചെയ്യുന്നത് ആദ്യം മുതൽക്കേയുള്ള നരേന്ദ്രമോദിയുടെ ഒരു രീതിയായിരുന്നു. രണ്ടാം ഘട്ട വോട്ടെടുപ്പ് കഴിഞ്ഞതോടെ നിക്കക്കള്ളി ഇല്ലാതായതുപോലെയായി നരേന്ദ്രമോദിയുടെ അവസ്ഥ. തീവ്ര ഹിന്ദുത്വ ശക്തികളെ ഊർജ്ജസ്വലരാക്കുന്നതിനു വേണ്ടി കൊടും വർഗീയതകളാണ് മോദിയുടെ വാക്കുകളിൽ പ്രതിഫലിച്ചു കണ്ടത്. മോദി അത് തുടർന്നുകൊണ്ടേയിരിക്കുകയാണ്. ഒരു കണക്കുകളെയും മുൻനിർത്തിയായിരുന്നില്ല തീവ്ര ഹിന്ദുത്വം പ്രേരിപ്പിക്കുന്ന അദ്ദേഹത്തിന്റെ വാദങ്ങൾ. രണ്ടാമതായി അദ്ദേഹത്തിന്റെ ഒത്താശയോടെ നടന്നതാണ് എതിരാളികളെക്കുറിച്ചുള്ള മുഴുവൻ നുണപ്രചാരണങ്ങളും. ഇന്ത്യ സഖ്യം മനസ്സിൽ പോലും കരുതിയിട്ടില്ലാത്ത കാര്യങ്ങൾ അവരുടെ പ്രകടന പത്രികയിലുണ്ടെന്ന് പറയുകയും ചർച്ചയെ അതിൻ്റെ വഴിക്ക് നയിക്കുകയുമായിരുന്നു അടുത്ത സൂത്രം. കാര്യങ്ങളെ മാറ്റിയും തിരിച്ചും പറഞ്ഞ് ജനങ്ങളെ വിഡ്ഢികളാക്കുകയും അതിൻ്റെ പേരിൽ വരുന്ന വിവാദത്തിലൂടെ ജനങ്ങളുടെ ശ്രദ്ധ തിരിക്കുകയുമാണ് മോദിയുടെ ലക്ഷ്യം. മോദി ഇരിക്കുന്ന സ്ഥാനത്തിന്റെ മഹത്വമോ മുമ്പിരുന്നിരുന്ന തൻ്റെ തന്നെ നേതാവ് വാജ്പേയിയെ പോലെയുള്ളവരുടെ മഹത്വമോ ഓർക്കാതെയാണ് മോദി വീണ്ടും വീണ്ടും തരം താഴ്ന്ന പ്രസ്താവനകൾ അടിച്ചിറക്കുന്നത്. പ്രധാനമന്ത്രിയോട് എന്ത് കാര്യം ചോദിച്ചാലും അതിനോടൊന്നും പ്രതികരിക്കുവാൻ പോലും അദ്ദേഹം തയ്യാറല്ല. കുറെ കാലങ്ങളായി മോദിയുടെ മടിയിൽ കിടന്ന് പാദസേവ ചെയ്ത മാധ്യമങ്ങൾക്ക് പോലും ഇപ്പോൾ ചാഞ്ചാട്ടമുണ്ടായിരിക്കുന്നു. ഇതൊക്കെ കൊണ്ട് തന്നെ മോദിയുടെ ചെറിയ വായിലെ വലിയ നുണകളൊന്നും ഏൽക്കുന്നതുമില്ല. മോദിയുടെ വിഷം തുപ്പുന്ന പ്രസംഗങ്ങൾക്കും വിദ്വേഷ പ്രസ്താവനകൾക്കും പഴയ ഭക്തിയുടെ അതേ അളവിൽ ഇപ്പോൾ മടിത്തട്ട് മാധ്യമങ്ങൾ പ്രാധാന്യം നൽകുന്നില്ലെന്ന വിലയിരുത്തൽ ഒരു സത്യമായ കാര്യമാണ്. അങ്ങനെ എല്ലാം പാഴായി പോകുമല്ലോ എന്നായപ്പോൾ താൻ ഇതുവരെ നടത്തിയ ഭൂരിപക്ഷ വർഗീയ ധ്രുവീകരണ ശ്രമത്തിൽ എണ്ണയൊഴിക്കുന്നതിനുള്ള ഒരു വ്യാജ റിപ്പോർട്ടുമായി രംഗത്തിറങ്ങിയിരിക്കുകയാണ്. അതിന് തൻ്റെ ഓഫീസിന്റെ മേൽവിലാസമാണ് മോദി ഉപയോഗിച്ചിരിക്കുന്നത്. ഇന്ത്യയിൽ ഹിന്ദു ജനസംഖ്യ കുറഞ്ഞു വരുമ്പോൾ മുസ്ലിം ജനസംഖ്യ ഭീമമായി വർദ്ധിച്ചുവെന്നാണ് ഈ പറഞ്ഞ റിപ്പോർട്ടിലൂടെ പ്രചരിപ്പിക്കുവാൻ ശ്രമിക്കുന്നത്. മോദി എന്ന പ്രധാനമന്ത്രിയുടെ നിലപാടുകളിലെ ഇരട്ടത്താപ്പും വാക്കുകളിലെ വർഗീയതയും ഇതിൽ നിന്ന് തന്നെ വ്യക്തമാണ്. നുണകൾ ആവർത്തിച്ചുകൊണ്ടേയിരുന്നാൽ അത് സത്യമായി ജനങ്ങൾക്ക് തോന്നുമെന്ന പിന്തിരിപ്പൻ സിദ്ധാന്തം ഫാസിസ്റ്റ് കാലത്ത് പിറവിയെടുത്തതാണ്. അതുതന്നെയാണ് ഇപ്പോഴും ആവർത്തിക്കുന്നത്. അതിന് പ്രധാനമന്ത്രി നേരിട്ട് നേതൃത്വം നൽകുന്നു എന്നതാണ് ഇപ്പോഴത്തെ ദയനീയമായ അവസ്ഥ. അങ്ങനെ നുണകളുടെ ആറാം തമ്പുരനായി മാറിയിരിക്കുകയാണ് നരേന്ദ്രമോദി.